ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എയ്സാപ്പിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷൈജു. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന മാത്സിലെ സീരീസിലെ അടുത്ത വീഡിയോ, അതായത് ഡെസിമൽസ് പാർട്ട് 1 ആയിരുന്നു എടുത്തത്. ഡെസിമൽസിലെ ഭിന്നസംഖ്യാ രൂപവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതിലെ ഡെസിമൽസിലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സംഖ്യകൾ ആഡ് ചെയ്യുന്നതാണ് ആദ്യം നോക്കുന്നത്, കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി പോയിന്റോട് കൂടിയ നമ്പറുകളെയാണ് ദശാംശ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ദശാംശ സംഖ്യകൾ തമ്മിൽ കൂട്ടാനായാലും കുറക്കാനായാലും ഒരേ ഒരു റൂളേ ഉള്ളൂ, പോയിന്റ് താഴെ താഴെ ആയിരിക്കണം. അപ്പൊ ഇത് കൂട്ടാൻ പറഞ്ഞാൽ 12.45 പ്ലസ് 3.8 ഇനി എഴുതുമ്പോൾ പോയിന്റ് താഴെ ആയിരിക്കണം. അപ്പൊ അതെ 3.8. അടുത്ത നമ്പർ 36 ആണ്. 36 എന്ന് പറയുന്ന സംഖ്യയുടെ പോയിന്റ് നമുക്കറിയാം. ഒരു സംഖ്യക്ക് പോയിന്റ് ഇല്ലെങ്കിൽ അതിന് പോയിന്റ് വരുന്നത് ഏറ്റവും വലത്തെ അറ്റത്താണ്. അപ്പൊ അതെ 36.0. അപ്പൊ കൂട്ടുമ്പോ അക്കങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി 0 കൊടുക്കുന്നതാണ്. ഈ അക്കം ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ 0 കൊടുക്കുക, തമ്മിൽ കൂട്ടുക. 5ഉം 0ഉം 0ഉം കൂടി കൂട്ടാൻ നേരത്ത് 5, 8ഉം 4ഉം കൂടി കൂട്ടാൻ നേരത്ത് 12, ശിഷ്ടം 1 ഇപ്പുറത്തേക്ക് കൂട്ടുന്നു. 2 1 3 3 3 6 6ഉം 12, ശിഷ്ടം 1 3 1 4 1 5. ആൻസർ 52.25. അപ്പൊ കൂട്ടാനും കുറക്കാനും ഒരേ ഒരു റൂളേ ദശാംശ സംഖ്യകളിലുള്ളു, പോയിന്റ് താഴെ താഴെ ആയിരിക്കണം. അതേ പോയിന്റ് ആ പൊസിഷനിൽ തന്നെ നേരെ താഴത്തേക്ക് ഇറക്കി എഴുതുക. അതായത് 12.45 പ്ലസ് 3.80 പ്ലസ് 36.00 എന്ന് എഴുതി കൂട്ടുന്നു. ആൻസർ 52.25. രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ കൂടി കൂട്ടാൻ തന്നെ ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്ന വീഡിയോടൊപ്പം തന്നെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്ക്. അതായത് 45 പ്ലസ് 45 എന്ന് പറയുന്ന സംഖ്യയുടെ പോയിന്റ് നമുക്കറിയാം വലത്തെ അറ്റത്താണ്. 45 പോയിന്റ്, മിച്ചമുള്ളിടത്ത് 0 കൊടുക്കുന്നു. 0 0 0. 45.000 പ്ലസ് അടുത്ത നമ്പർ 12 എഴുതി, പോയിന്റ് അതേ സ്ഥാനത്ത് തന്നെ ഇട്ട് 8 9 7. അടുത്ത നമ്പർ 0.291 കൂട്ടി എഴുതുക. അതേടാ കൂട്ടാൻ നേരത്ത് 7ഉം 1ഉം 8, 9 9 18 8, ശിഷ്ടം 1, 8ഉം 2ഉം 10 1 11 1, പോയിന്റ് അതേ പൊസിഷനിൽ ഇറക്കി എഴുതി, 1 മിച്ചം. 5 1 6 2 8, 4 1 5. ആൻസർ 58.188. കൂട്ടാനായാലും കുറക്കാനായാലും പോയിന്റ് അതേ പൊസിഷനിലായിരിക്കണം. ഉത്തരത്തിലും അതേ പൊസിഷനിലോട്ട് ഇടുന്നു. ബാക്കി അക്കങ്ങൾ സാധാ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ കൂട്ടുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 പ്ലസ് 18.9387. അപ്പൊ 50 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം 50.00000. ഈ സംഖ്യക്ക് 4 അക്കങ്ങൾ ഉള്ളത് കൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 4 0 കൊടുത്ത് 18.9387 കൂട്ടി എഴുതുക. ഇത് ഇച്ചിരി എളുപ്പമാണ്. 7 8 3 9, പോയിന്റ് അതേ പൊസിഷനിൽ ഇറക്കി എഴുതി, 8 6. ആൻസർ 68.9387. ഇനി നമുക്ക് മൈനസ് ചെയ്യാൻ കൂടിയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 12.87 പ്ലസ് 3.9 മൈനസ് 7.1298. ഇത് ഒറ്റയടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടാനുള്ളത് ചെയ്യുക.
ആഡ് ചെയ്യാനുള്ള, അതായത് കൂട്ടാനുള്ള സാധനങ്ങൾ ആദ്യം പരസ്പരം ചെയ്യുക. 12.87 പ്ലസ് 3.9. നമുക്കറിയാം കൂട്ടാനാണേലും കുറക്കാനാണേലും നമ്മൾ പോയിന്റ് താഴെ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൂജ്യങ്ങളിട്ട് അഡ്ജസ്റ്റും ചെയ്യുന്നത്. ഇവിടെ 0 കൊടുത്ത് പിന്നെ 0ന്റെ ആവശ്യമില്ല. 7 9 8 17 7 ശിഷ്ടം 1 ഇപ്പുറത്തോട്ട് എഴുതി. 2 1 3 3 6 1. ആൻസർ 16.77 എന്ന് കിട്ടി. ഇത് തമ്മിൽ കൂട്ടിയതാണ് ഇപ്പൊ കിട്ടിയ ആൻസർ 16.77. ഈ 16.77 നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ 16.77 നിന്ന് 7.1298 കുറക്കുന്നു. 7.1298. ഇത് മൈനസ് ചെയ്യാൻ ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ പറഞ്ഞ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 0 കൊടുക്കുന്നത്. കുറക്കുമ്പോൾ അങ്ങനെയല്ല, നിർബന്ധമായിട്ടും ഇല്ലാത്ത പൊസിഷനിൽ 0 കൊടുത്തിരിക്കണം. അപ്പൊ ചോദ്യം 16.77 00 നിന്ന് 7.1298 കുറക്കാനാണ്. ഇവിടെ 0 നിന്ന് 8 പോകാത്തത് കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് നിന്ന് കടം വാങ്ങുന്നു. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെയും 0 ആണ്. അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഇത് 6 ആക്കിക്കൊണ്ട് ഇങ്ങോട്ട് 1 കൊടുത്ത്, അപ്പൊ ആ 1ഉം 0ഉം കൂടി 10 ആയി. ആ 10ൽ നിന്ന് 1 എടുത്ത് ഇവിടെ 9 ആക്കി, ഇവിടെ 10 ആക്കി. 10ൽ നിന്ന് 8 കുറക്കുമ്പോ 2, 9ൽ നിന്ന് 9 കുറക്കുമ്പോ 0, 6ൽ നിന്ന് 2 കുറക്കുമ്പോ 4, 7ൽ നിന്ന് 1 കുറക്കുമ്പോ 6. പോയിന്റ് അതേ പൊസിഷനിൽ ഇറക്കി എഴുതി. 6ൽ നിന്ന് 7 പോകേല, 16ൽ നിന്ന് 7 കുറക്കുമ്പോ 9. ആൻസർ 9.6402. അപ്പൊ കൂട്ടാനും കുറക്കാനും കൂടി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ നമ്പറുകളെ പരസ്പരം കൂട്ടുക. കൂട്ടിക്കിട്ടിയ ആൻസറിൽ നിന്ന് കുറക്കാനുള്ളത് നേരെ മൈനസ് ചെയ്യുക. ഒക്കെയാണോ പറഞ്ഞത്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങളും ഇതിന്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് ആൻസർ കമ്പയർ ചെയ്ത് നോക്കുക. 48.5 പ്ലസ് 23.69. ഇവിടെ 0 കൊടുത്തു. കൂട്ടുമ്പോ 9, 6ഉം 5ഉം കൂടി കൂട്ടുമ്പോ 11, ശിഷ്ടം 1. 8 1 9 3 12ന് 2, ശിഷ്ടം 1, 5ഉം 2ഉം 7. കൂട്ടിയപ്പോ ആൻസർ 72.19 എന്ന് കിട്ടി. ഈ കൂട്ടിക്കിട്ടിയ ആൻസറിൽ നിന്ന് 72.19 നിന്ന് 17.465 മൈനസ് ചെയ്യണം. അപ്പൊ അതേ വീണ്ടും ഇവിടെ 0 കൊടുത്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോ 0ൽ നിന്ന് 5 പോകേല, 9ൽ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുത്ത് ഇത് 8 ആക്കി, ഇത് 10 ആക്കി. 10ൽ നിന്ന് 5 പോകുമ്പോൾ 5, 8ൽ നിന്ന് 6 പോകുമ്പോൾ 2, 1ൽ നിന്ന് 4 പോകേല, ഇത് 1 ആക്കി, ഇത് 11 ആക്കി. 11ൽ നിന്ന് 4 പോകുമ്പോ 7, 1ൽ നിന്ന് 7 പോകേല, ഇത് 6, ഇത് 11. 11ൽ നിന്ന് 7 പോകുമ്പോ 4, 6ൽ നിന്ന് 1 പോകുമ്പോ 5. ആൻസർ 54.725. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ റൂളേ ഉള്ളു, പോയിന്റ് താഴെ ആയിരിക്കണം. അപ്പൊ കൂട്ടാനും കുറക്കാനും ആയിട്ട് വന്നാൽ ആദ്യം നമ്പറുകൾ പരസ്പരം കൂട്ടുക, കൂട്ടി കിട്ടിയ ആൻസറിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ളത് മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് നോക്കാം. അപ്പൊ അതെ 3.7 ഇൻറ്റു 2.5 ഗുണിക്കുമ്പോൾ, അതായത് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും പോയിന്റ് ഇട്ടണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗുണനവും ഹരണവും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതായത് പോയിന്റുകൾ ഗുണിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം പോയിന്റ് എത്ര ഉണ്ടെങ്കിലും പോയിന്റ് എല്ലാം മാറ്റുക. 37 എന്ന് പറയുന്ന സംഖ്യയെ നേരെ 25 കൊണ്ട് ഗുണിക്കുക.
37 ഇൻറ്റു 25. 7×5 35. ശിഷ്ടം 3. I 3 15 3 18. താഴെ 2 വെച്ച് ഗുണിക്കുമ്പോൾ 2 × 7 14 4. ശിഷ്ടം 1. 2 × 3 6 1 7. കൂട്ടി എഴുതുമ്പോൾ 5. 8 4 12 2. ശിഷ്ടം 1. 7 2 9. 925 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ആയിട്ടില്ല. നമ്മളിത് പോയിന്റ് എല്ലാം മാറ്റി 37 × 25 ഗുണിച്ചപ്പോഴാണ് 925. ചോദിച്ചിരിക്കുന്ന ചോദ്യം 3.7 × 2.5 ആണ്. 925 എഴുതി. നമ്മൾ നോക്കേണ്ടത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക, 1 സ്ഥാനം. ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക, 1 സ്ഥാനം. അപ്പൊ 1 1 2 സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് വലത്തുനിന്ന് ഇടത്തേക്ക് 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് ആൻസർ 9.25. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനങ്ങൾ മാറ്റി കുത്തിടുക. ആൻസർ 9.25. ഓക്കെ ആണോ പറഞ്ഞത്? ശ്രദ്ധിക്കണടാ, പോയിന്റിട്ടുള്ള സംഖ്യകൾ ഗുണിക്കാൻ പോയിന്റ് മാറ്റി ഗുണിക്കുക. ഈ ഗുണിച്ച് കിട്ടുന്ന ആൻസറിൽ 2 സംഖ്യകൾക്കും കൂടി വലതുവശത്ത് എത്ര പോയിന്റുകൾ ഉണ്ടോ അത്രയും സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുക. 925 എന്ന് കിട്ടി. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ 2 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുമ്പോൾ ആൻസർ 9.25. ഇനി ഇപ്പൊ 0.04 0.2 കൂടി ഗുണിക്കണമെന്ന് വിചാരിക്കുക. 0.04 0.2 കൂടി ഗുണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 4 × 2 ഗുണിച്ച് 4 2 നമുക്കറിയാം 8 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരേ 1 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 2 1 3 സ്ഥാനം വേണം നമ്മുടെ ആൻസറിൽ വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പൊ നമ്മൾ 8 എഴുതി. വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി കുത്തിടാൻ നമുക്ക് 1 അക്കേ ഉള്ളു. അപ്പൊ ചെയ്യേണ്ടത് 2 പൂജ്യങ്ങൾ കൂടി കൊടുക്കുക. ഇപ്പൊ 1 2 3 സ്ഥാനമായി കുത്തിവിടുക. ഇനി പോയിന്റിന് മുമ്പ് സംഖ്യകളൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി 1 പൂജ്യം വെറുതെയും കൊടുത്ത്. ഈ പൂജ്യത്തിന് വാല്യൂ ഇല്ല, ഈ 2 പൂജ്യങ്ങൾക്കും കൃത്യമായിട്ട് വിലയുണ്ട്. അപ്പൊ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അതുകൊണ്ട് 1 2 3 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിട്ട് 0.008. ഓക്കെ ആണോ പറഞ്ഞത്? ഇപ്പൊ ഇതേ സാധനം 0.4 × 0.2 എന്നായിരുന്നെന്ന് വിചാരിക്കും. 0.4 × 0.2 എന്നായിരുന്നെങ്കിൽ 4 × 2 ഗുണിക്കുന്നു. 4 2 8 ആണ്. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. 1 1 2 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടണം. അപ്പൊ ഇവിടെ 1 പൂജ്യം കൂടി കൊടുക്കും, പോയിന്റ് കൊടുക്കും. പോയിന്റിന് മുമ്പ് സംഖ്യകളൊന്നും ഇല്ല എന്ന് കാണിക്കാൻ ഇവിടെ 1 പൂജ്യം. 0.08. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നേരത്തെ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്, എന്നാൽ ഇത്തിരി കൂടി എളുപ്പമാണ്. അതായത് 25ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 ആയാൽ 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 ആയാൽ 0.25 സ്ക്വയർ എത്ര നോക്കിയടാ. 0.25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 × 0.25 ആണ്. അപ്പൊ ഇവിടെ 2 സ്ഥാനം, ഇവിടെയും 2 സ്ഥാനം. 2 2 4 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടണം. അപ്പൊ നമുക്കറിയാം 25 കൂടി ഗുണിക്കുന്നത് അവർ ഡയറക്റ്റ് തന്നിരിക്കും. 25ന്റെ സ്ക്വയർ 625. 2 2 4 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര അക്കങ്ങളേ ഉള്ളൂ? 3 അക്കങ്ങളേ ഉള്ളൂ. 1 പൂജ്യം കൂടി കൊടുക്കുക. അപ്പൊ 4 അക്കങ്ങളായി പോയിന്റ് ഇടുക. 0.0625. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. പോയിന്റ് ഇട്ടുള്ള ഏതൊരു സംഖ്യയുടെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ, പോയിന്റ് വരുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇരട്ടിക്കും.
2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ 4 സ്ഥാനങ്ങളായി മാറും. 3 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ 3ന്റെ ഇരട്ടി 6 സ്ഥാനങ്ങളായി മാറും. 4 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ 4ന്റെ ഇരട്ടി 8 സ്ഥാനങ്ങളായി മാറും. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കി കളയാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പോയിന്റ് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് ഇരട്ടിക്കുക. അതായത് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. 0.25ന്റെ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 പക്ഷെ ഇവിടെ 2 സ്ഥാനം സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് ഇരട്ടിക്കും എന്ന് പറഞ്ഞ 2 സ്ഥാനം ഉള്ളത് കൊണ്ട് 2ന്റെ ഇരട്ടി 4 ഇവിടെ പക്ഷെ 3 അക്കങ്ങളേ ഉള്ളു. 4 അക്കാക്കാൻ ഒരു 0 കൂടി കൊടുത്തു. പോയിന്റ് ഇട്ട് പോയിന്റിന് മുമ്പ് സംഖ്യകളൊന്നും ഇല്ല എന്ന് കാണിക്കാൻ 0. ആൻസർ 0.0625. ഇപ്പൊ ഇതേ സാധനം 2.5ന്റെ സ്ക്വയർ എന്നായിരുന്നെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ 2.5 സ്ക്വയർ എത്ര എന്നായിരുന്നെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 1ന്റെ ഇരട്ടി 2 625 2 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുക. ആൻസർ 6.25. ഓക്കെ അല്ലേ? ഇനിതേ 35 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ 1225. നിങ്ങൾ തന്നെ പറഞ്ഞിട മക്കളെ ഇതിന്റെ ആൻസർ 0.35ന്റെ സ്ക്വയർ. കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഉത്തരം അറിയാം. അതായത് ഇവിടെ 2 സ്ഥാനങ്ങളാണ്. സ്ക്വയർ എടുക്കുമ്പോൾ 2 ഇരട്ടിച്ച് 4 സ്ഥാനങ്ങളാകും. 1225 എന്നാണ് 35ന്റെ സ്ക്വയർ. 4 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുമ്പോൾ ഇവിടെ വരും പോയിന്റ്. ആൻസർ 0.1225. ഓക്കെ അല്ലേ? ഇനി ഹരണമാണ് അടുത്ത ചെയ്യുന്നത്. ഹരണം ചെയ്യാൻ എപ്പോഴും ഈ റൂൾ എന്ന് ഓർത്തു. അതായത് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണെങ്കിൽ താഴത്തും മേളിലും 10 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണെങ്കിൽ താഴെയും മേളിലും 100 വെച്ച് ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണെങ്കിൽ താഴത്തും മേളിലും 1000. ഈ ഒരു പരിപാടി, അതായത് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയിട്ട് ചെയ്യുവാണ്. ഹരണം ചെയ്യുമ്പോൾ താഴത്തും മേളിലും ഒരേ സ്ഥാനങ്ങളാണ് വരുന്നതെങ്കിൽ, പറഞ്ഞത് താഴത്തും മേളിലും ഒരേ സ്ഥാനങ്ങളാണ് വരുന്നതെങ്കിൽ ഈ സ്ഥാനം അങ്ങ് ഒഴിവാക്കുക. അതായത് പോയിന്റുകൾ ഒഴിവാക്കുക. 894 ഡിവൈഡഡ് ബൈ ഇവിടെ 3 സ്ഥാനമാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയും എത്ര സ്ഥാനമാണ്? 3 സ്ഥാനമാണ്. അപ്പൊ ആൻസർ 894 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ കിട്ടും. പറഞ്ഞത് പോയിന്റ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് മേളിലും താഴത്തും ഒരേ സ്ഥാനങ്ങളാണെങ്കിൽ ആ സ്ഥാനങ്ങൾ അങ്ങ് ഒഴിവാക്കുക, ഡിവൈഡ് ചെയ്യുക. 894 ഡിവൈഡഡ് ബൈ 3 നേരെ മാറ്റി 894നെ 3 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് ഉത്തരം. 3 വെച്ച് ഹരിക്കുമ്പോൾ 3 2 6 2 29 9 27 2 24 3 24. ആൻസർ 298. ഓക്കെ അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് മേളിലും താഴെ ഒരേ സ്ഥാനങ്ങളാണെങ്കിൽ ആ പോയിന്റ് മാറ്റുക, നേരെ ഹരിക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്ക്. 48.95 ഡിവൈഡഡ് ബൈ 0.05. 48.95 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറഞ്ഞ മേളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴത്തും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ആൻസർ ചെയ്യാൻ 4895 ഡിവൈഡഡ് ബൈ 5. ഇത് നേരെ മാറ്റി ഹരിച്ചാൽ ഉത്തരമായി. 4895നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 95 45. 3 39 7 5 35. 4 45 95 45. ആൻസർ 979. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഹരിക്കുമ്പോഴുള്ള എല്ലാ റൂളും ആയില്ല. പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനം വരുന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. വ്യത്യസ്ത സ്ഥാനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പുറകെ ഇപ്പൊ പറയും. പറഞ്ഞത് ഹരിക്കാൻ 2 നമ്പറുകൾ വരുമ്പോൾ മേളിൽ കിടക്കുന്ന നമ്പറിനും താഴെ കിടക്കുന്ന നമ്പറിനും പോയിന്റ് കഴിഞ്ഞ് കൃത്യമായി ഒരേ സ്ഥാനങ്ങളാണെങ്കിൽ, അതായത് ഇവിടെ 3 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇപ്പുറത്തും 2 സ്ഥാനം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റ് ഒഴിവാക്കുക,
നേരെ നമ്പറുകളെ ഹരിച്ചേക്കുക. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇനി ഇതട ഇങ്ങനെ വരുന്നു 4.7 ഡിവൈഡഡ് ബൈ 0.05. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം താഴത്തും മേളിലും ഒരേ സ്ഥാനങ്ങളല്ല. താഴത്ത് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്, മേളിൽ പോയിന്റ് കഴിഞ്ഞ് ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ സ്ഥാനം ഒരേപോലെ ആക്കണം. എവിടെയാണ് കുറവ് വന്നതെന്ന് നോക്കുക. ഇവിടെ മേളിലല്ലേ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം കുറവ്, ഒരു സ്ഥാനേ ഉള്ളു. ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ട്? 2 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ 2 സ്ഥാനം ആക്കാൻ ഇവിടെ ഒരു 0 അങ്ങ് കൊടുത്തു. 4.70 ഡിവൈഡഡ് ബൈ 0.05. ഇപ്പൊ അതേ നോക്കിയടാ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് കൃത്യം 2 സ്ഥാനങ്ങളുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് കൃത്യം 2 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ പഴയ മെത്തേഡ് തന്നെ ആയില്ലേ, പോയിന്റ് അങ്ങ് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കുമ്പോ ഈ 0 കൂടി ചേർത്ത് 470 ഡിവൈഡഡ് ബൈ 5. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 470 നേരെ 5 വെച്ച് ഹരിക്കുക. 470 ഡിവൈഡഡ് ബൈ 5. 9 45. 2 20 I 4 20. ആൻസർ കിട്ടി 94. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതേ പാറ്റേണിലൊന്ന് നോക്കാം. ഇതേടാ 5.89 ഡിവൈഡഡ് ബൈ 0.0005. നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ 2 സ്ഥാനം കുറവാണ് മേളില്. എവിടെയാണോ കുറവ് വന്നിരിക്കുന്നത് അവിടെ മിച്ചം 0 കൊടുക്കുക. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം, ഇവിടെ 2 0 കൂടി ഇട്ട് കൊടുക്കുക. 2 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മേളിൽ 4 സ്ഥാനമായി, താഴത്തും 4 സ്ഥാനമായി. സ്ഥാനങ്ങളെല്ലാം ഒഴിവാക്കി 5 8 9 0 0 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി നേരെ ഹരിച്ചുത്തരാക്കുക. ഇവിടെ ഹരിക്കാം. 5 8 9 0 0 ഡിവൈഡഡ് ബൈ 5. 5 5. 8 5 5. 3 39. 7 5 35. 4 40. 8 5 40. ഇനി ഒരു 0 കൂടി ഉണ്ട്, അത് അതേപോലെ മേളിലോട്ടും എടുത്തെഴുതുക. ആൻസർ 11,780. അപ്പൊ ദശാംശ സംഖ്യകൾ ഹരിക്കാൻ പോയിന്റ് കഴിഞ്ഞിട്ട് മേളിലും താഴെ ഒരേ സ്ഥാനങ്ങളാണെങ്കിൽ പോയിന്റ് മാറ്റുക, നേരെ ഹരിച്ചുത്തരം എഴുതുക. പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനങ്ങളല്ലെങ്കിൽ എവിടെയാണോ കുറവ് വന്നത് അവിടെ 0 കൊടുത്ത് ഒരേ സ്ഥാനങ്ങളാക്കുക, പിന്നീട് ഹരിക്കുക. ആൻസർ 11,750. പിന്നെ ഇവത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാ 0.1 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ 0.001 പ്ലസ് 0.001 ഡിവൈഡഡ് ബൈ 0.0001 എത്ര? ഇപ്പൊ ഇതേടാ നമ്മൾ ഇവിടെ ആദ്യത്തെ ടേം ഹരിക്കാനാണ്, ഈ ടേം ഹരിക്കാനാണ്, രണ്ടാമത്തെ ടേം ഹരിക്കാനാണ്, മൂന്നാമത്തെ ടേം ഹരിക്കാനാണ്. ഇപ്പൊ 3 ടേമുകൾ ഹരിക്കാനായിട്ട് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ഓരോ ഹരണവും ചെയ്ത ശേഷം കൂട്ടുക എന്നുള്ളതാണ്. ആദ്യത്തെ ടേമിൽ നോക്കുമ്പോ 0.1 ബൈ 0.01 നോക്കുമ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനങ്ങൾ, ഇവിടെ ഒരു സ്ഥാനം, ഒന്നുകൂടി ഇട്ടാൽ ഈക്വലായി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, പ്ലസ് അടുത്ത നമ്പർ നോക്കുമ്പോൾ 0.01 ബൈ 0.001. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനങ്ങളുണ്ട്, ഇവിടെ 2 സ്ഥാനേ ഉള്ളു. അപ്പൊ ഒരു 0 കൂടി കൊടുത്താൽ 3 3 ഒപ്പൊപ്പായി. പ്ലസ് അടുത്ത ടേം ചെയ്യുമ്പോൾ 0.001 ബൈ 0.0001. ഇവിടെ നോക്കുമ്പോൾ നോക്കിക്കടാം, പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനങ്ങളുണ്ട് മേളില്,
ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനങ്ങൾ. അപ്പൊ അതേ ഒരു 0 കൂടി കൊടുത്ത് ഒപ്പാക്കി. അപ്പൊ മേളിലും 4 സ്ഥാനം, താഴത്തും 4 സ്ഥാനം. ഇനി നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞ് മേളിലും താഴത്തും ഈക്വൽ, പോയിന്റ് കഴിഞ്ഞിട്ട് അക്കങ്ങളുടെ എണ്ണം ഈക്വൽ ആയിട്ട് വന്നാൽ പോയിന്റ് അങ്ങ് മാറ്റുക. ദേ നോക്കിയേ, 10 താഴത്ത് 0 1 എന്ന് പറഞ്ഞാൽ 1 10/1 പ്ലസ് 10/1 പ്ലസ് 10/1. 10/1 നമുക്കറിയാം 10 പ്ലസ് 10 പ്ലസ് 10. 10 പ്ലസ് 10 പ്ലസ് 10 10 പ്ലസ് 10 20 20 പ്ലസ് 10 30. ആൻസർ 30 എന്ന് കിട്ടി. ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് ഈ ടൈം ഹരിക്കാനാണ്, ഇത് ഹരിക്കാനാണ്, ഇത് ഹരിക്കാനാണ്. ഹരിച്ച ശേഷം ഈ 3 ആൻസറുകളും തമ്മിൽ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അതേ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനമേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളുണ്ട്. പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം തുല്യമായാൽ സ്ഥാനങ്ങൾ ഒഴിവാക്കാം. സ്ഥാനം തുല്യമല്ലെങ്കിൽ എവിടെയാണോ കുറവ് വന്നത് അവിടെ 0 ഇട്ട് തുല്യമാക്കുക. അപ്പൊ അതേ നോക്കിയേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് ഇവിടെ 2 ആക്കാൻ ഒരു 0 കൊടുത്ത്, ഇവിടെ 3ഉം 2ഉം ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു 0 വീണ്ടും കൊടുത്ത്, ഇവിടെ 4ഉം 3ഉം ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു 0 കൊടുത്ത്, 0 കൊടുത്ത് തുല്യമാക്കി കഴിഞ്ഞാൽ പോയിന്റ് എടുത്ത് കളയാം. അപ്പൊ അതേ നോക്കിയേ, 10/1 പ്ലസ് വീണ്ടും 10/1 പ്ലസ് വീണ്ടും 10/1. 10/1 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 10 പ്ലസ് 10 30 എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ എഴുതി തരുവാണ്. 0.4/0.02 പ്ലസ് 0.04 ഡിവൈഡഡ് ബൈ 0.002 പ്ലസ് 0.004 ഡിവൈഡഡ് ബൈ 0.0002 എത്ര? 0.4 ഡിവൈഡഡ് ബൈ 0.02 പ്ലസ് 0.04 ഡിവൈഡഡ് ബൈ 0.002 പ്ലസ് 0.004 ഡിവൈഡഡ് ബൈ 0.0002 എത്ര? ഇതൊന്ന് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യ്. കിട്ടുന്നില്ലെങ്കിൽ പറയുക, ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പം ഈ സാധനം ഡെസിമൽ നമ്പറുകൾ കൂട്ടുന്നത്, കുറക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഇത്രയോ സാധനമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഡെസിമൽ നമ്പറുകൾ കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക എന്ന് പറഞ്ഞാൽ പോയിന്റ് താഴെ വരണം. ഈ സംഖ്യകൾ നേരെ സാധാ രീതിയിൽ കൂട്ടുക. കുറക്കുമ്പോഴും ഇതേപോലെ തന്നെ പോയിന്റ് താഴെ വരണം, നേരെ കുറച്ച് വെക്കുക. ഗുണിക്കാനാണെങ്കിൽ പോയിന്റുകളെല്ലാം മാറ്റി സംഖ്യകൾ പരസ്പരം ഗുണിക്കുക. 2 സംഖ്യകൾക്കും കൂടി പോയിന്റ് കഴിഞ്ഞ് മൊത്തം എത്ര സ്ഥാനങ്ങളുണ്ടോ ഇത് വലത്തുനിന്നിടത്തോട്ട് എണ്ണി ഇട്ട് കൊടുക്കുക. ഹരിക്കാൻ പോയിന്റുള്ള സംഖ്യകൾ വന്നാൽ മേളിലും താഴെ ഒരേ സ്ഥാനങ്ങളാണെങ്കിൽ ആ സ്ഥാനം ഒഴിവാക്കി നേരെ ഹരിക്കുക. ഒരേ സ്ഥാനങ്ങളല്ലെങ്കിൽ എവിടെയാണോ കുറവ് വന്നത് അവിടെ 0 ഇട്ട് ഒരേ സ്ഥാനങ്ങളാക്കുക. അതിനുശേഷം പോയിന്റ് മാറ്റി ഹരിക്കുക. ഓക്കെ അല്ലേ? മാത്സിൽ വരുന്ന 22 ടോപ്പിക്കുകൾ നമ്മൾ തുടക്കമേ പറഞ്ഞതാണ്. അടുത്ത ടോപ്പിക്കുകളുമായി നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതാണ്. അതേപോലെ നിങ്ങൾ LP UP LD ക്ലർക്ക് പരീക്ഷകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നതെങ്കിൽ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും ആ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ എക്സാം മുൻകൂട്ടി കാണുന്ന കുട്ടികൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്